ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഒരു ബന്ദിയുടെ കൂടി മൃതദേഹം ഹമാസ് കൈമാറി. ഇനി അവശേഷിക്കുന്നത് ഒരു ബന്ദിയുടെ മൃതദേഹം മാത്രമാണ്. ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് 50 ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേൽ കൊലപ്പെടുത്തിയവരുടെ എണ്ണം 357ആയി. ഗസയിൽ യുദ്ധക്കുറ്റം നടന്നതായി UN സെക്രട്ടറി ജനറൽ പറഞ്ഞു. 1967 പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ അധിനിവേശം ഇസ്രായേൽ ഉപേക്ഷിക്കണമെന്ന് UN പൊതുസഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ച സംബന്ധിച്ച നീക്കം ഊർജിതമാണ്. ട്രംപിന്റെ ഗസ പദ്ധതി ഇസ്രായേൽ പാർലമെന്റ് അംഗീകരിച്ചു. ഭരണകക്ഷി അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ ഇപ്പോഴും നേരത്തെ ആരോപിച്ചിരുന്നത് ഹമാസ് ബന്ദികളുടെ മൃതദേഹം കൈമാറാത്തതുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു ആക്രമണം നടത്തുന്നതിന്റെ കാരണമായൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അതും പറയാൻ സാധിക്കില്ല. വളരെ ബുദ്ധിമുട്ടി. അറിയാം, അവിടുത്തെ എല്ലാ പ്രതികൂല സാഹചര്യത്തിൽ നിന്നുമാണ് ഇപ്പോൾ മൃതദേഹം വീണ്ടും കൈമാറാൻ ഹമാസിനും സാധിച്ചിരിക്കുന്നത്. ഇനി ഒരു മൃതദേഹമാണ് ബാക്കിയുള്ളത്. മൃതദേഹ കൈമാറ്റത്തിന്റെ വിവരങ്ങളും ഒപ്പം ഗസയിലെ ഇന്നത്തെ അവസ്ഥയും. തീർച്ചയായിട്ടും, കാരണം പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടന്ന വ്യാപകമായിട്ടുള്ള തെരച്ചിലിന്റെ ഏതാണ്ട് അത് പരിപൂർണമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. 28 ബന്ദികളുടെ മൃതദേഹങ്ങളായിരുന്നു ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് ഹമാസ് കൈമാറേണ്ടിയിരുന്നത്. അതിൽ 27ാമത്തെ മൃതദേഹമാണ് ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. തങ്ങൾക്ക് മൃതദേഹം ലഭ്യമായതായിട്ട് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരൊറ്റ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇന്നത്തെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് വടക്കൻ ഗസയിലെ ബൈത്തുലാഹിയിൽ നിന്നാണ്. ഇതാദ്യമായിട്ടാണ് ഈ ഒരു പ്രദേശത്ത് നിന്ന് ഒരു ബന്ദിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ജീവനോടെയുള്ള 20 ബന്ദികളെ വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ദിവസം തന്നെ ഹമാസ് വിട്ടയച്ചിരുന്നു. തുടർ ദിവസങ്ങളിലാണ് ഇപ്പോൾ 50 ദിവസത്തിലധികം പിന്നിട്ടിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാറിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ 27 ബന്ദികളുടെ മൃതദേഹങ്ങളും ഹമാസ് കൈമാറിയിരിക്കുന്നത്. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഇനി ഒരു തടസ്സവാദം ഉന്നയിക്കാൻ ഇസ്രായേലിന് സാധിക്കാത്ത വിധത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ട് റെഡ് ക്രോസിന്റെയും ഈജിപ്തിന്റെയും സഹകരണത്തോടു കൂടിയാണ് ഈ മൃതദേഹങ്ങളൊക്കെയും വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ മറികടന്നുകൊണ്ട് തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം ഈ മൃതദേഹങ്ങൾ കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തർദേശീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹമാസിന് അവർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഏറെക്കുറെ ഇപ്പോൾ പൂർണ്ണതയിലേക്ക് വരുന്നു എന്നത് അവരും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ സ്ഥായിയായ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന സമ്മർദ്ദത്തിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങുന്നുണ്ട്. ഏതായാലും ഒരൊറ്റ ബന്ദിയുടെ മൃതദേഹം അതും അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൈമാറാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഹമാസ് പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മൃതദേഹം കൂടി കൈമാറുന്നതോടുകൂടി തന്നെ ഈ പ്രതിസന്ധിയിൽ വലിയ ഒരു ദൗത്യം വിജയകരമായിട്ട് എത്തുകയാണ്. പക്ഷെ അതേസമയം തന്നെ ആക്രമണം അതിശക്തമായി തന്നെ ഇന്നും തുടർന്നു. ഖാൻ യൂനിസിൽ അതോടൊപ്പം തന്നെ റഫേലൊക്കെയും ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഈ രാത്രി റഫേൽ നിന്ന് 3 സൈനികർക്ക് പരിക്കേറ്റതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. ഈ സൈനികർക്ക് ഏത് സാഹചര്യത്തിലാണ് ഈ പരിക്കേറ്റത് എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം വരാനുണ്ട്. എന്തായാലും റഫേലിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന പലസ്തീൻ പോരാളികളാണ് സൈനികർക്ക് നേരെ വെടിയുതിർത്തത് എന്ന വിവരമാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഏതാണ്ട് 500-ലധികം തവണയാണ് ഈ പിന്നിട്ട 50 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിക്കുകയും രൂക്ഷമായിട്ടുള്ള ആക്രമണവും തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. അതിലൂടെ 357 പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. പക്ഷേ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ കടക്കും എന്ന ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു അനുകൂല പ്രതികരണമാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ചർച്ചകൾക്ക് എത്രത്തോളം വേഗത്തിൽ നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പൊ പറയുന്നത്? സൈന്യത്തിന്റെ ഒരു സുരക്ഷയ്ക്കായിട്ടുള്ള പ്രതിരോധ നടപടി എന്ന രീതിയിലാണ് ആക്രമണം, ഇല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നത് എന്നൊക്കെയാണ് ഇസ്രായേലിന്റെ വാദങ്ങൾ. പക്ഷേ ഈ വെടിനിർത്തൽ ലംഘിച്ചുള്ള ഇസ്രായേലിന്റെ ഈ നടപടിക്കെതിരെ ഏതു തരത്തിലൊരു പ്രതിഷേധമാണ് ഉയരുന്നത്? അടുത്ത ഘട്ടം എന്നത് ഇപ്പോൾ ആലോചന ഇല്ലെങ്കിൽ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെ ഇനിയും ദിവസങ്ങൾ നീളാനുള്ള സാധ്യതയാണോ കാണുന്നത്?
ഇതിന് തീർച്ചയായിട്ടും അത്ര എളുപ്പമായിരിക്കില്ല. ആദ്യഘട്ടം തന്നെ നമുക്കറിയാൻ സാധിക്കും, നീണ്ട ചർച്ചകളിലൂടെ കെയ്റോയിലും ദോഹയിലും ഒക്കെ നടന്ന നിരന്തരമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഈ 2 കൊല്ലം നീണ്ട ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു വംശഹത്യയെ താൽക്കാലികമായിട്ടെങ്കിലും പ്രതിരോധിക്കാൻ സാധിച്ചത്. പക്ഷെ അപ്പോൾ പോലും ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനോ ഈ വെടിനിർത്തലിന്റെ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു താല്പര്യം പോലും ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം കൈക്കൊണ്ടിരുന്നില്ല. ഏതൊക്കെ ഘട്ടങ്ങളിൽ എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വെടിനിർത്തലിനെ ലംഘിക്കാനും അങ്ങനെ അമേരിക്കൻ സമ്മർദ്ദത്തിലൂടെ രൂപപ്പെട്ട ഈ ഒരു വെടിനിർത്തലിനെ മറികടക്കാനുള്ള വളരെ ലജ്ജാവഹമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു പിന്നിട്ട് ദിവസങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഒരു കുറ്റവും പറയാൻ സാധിക്കാത്ത വിധത്തിൽ അവർ ആ മൃതദേഹങ്ങളുടെ കൈമാറ്റം പോലും അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഏകപക്ഷീയമായി 500-ലധികം തവണ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് 357 പേരെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം മറുഭാഗത്തുമുണ്ട്. ഇനി തന്നെ സൂചിപ്പിച്ചതുപോലെ എത്ര കണ്ട് നിർണായകമാണ് 2ാം ഘട്ടം എന്ന് നമുക്കറിയാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു യുദ്ധാനന്തര ഗസയിൽ ഒരു ഭരണ സംവിധാനം വരേണ്ടതുണ്ട്. യുദ്ധാനന്തര ഗസയിൽ അന്തർദേശീയ സൈന്യത്തിന്റെ വിന്യാസം നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസിന്റെ നിരായുധീകരണം എന്ന മറ്റൊരു ഘടകം കൂടി ഇതിന്റെ ഏറ്റവും നിർണായകമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ കടക്കണമെങ്കിൽ ഇസ്രായേൽ നൽകേണ്ട ചില ഉറപ്പുകൾ അല്ലെങ്കിൽ പാലിക്കേണ്ട ചില മര്യാദകൾ, ചില വ്യവസ്ഥകളുണ്ട്. അക്കാര്യത്തിൽ ഇപ്പോൾ പോലും ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ പോലും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഫ അതിർത്തി തുറന്നുകൊണ്ട് ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നും വെള്ളവും മറ്റു ഉപകരണങ്ങളും താൽക്കാലിക വസതികളും എത്തിക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. പക്ഷെ അത് പാലിക്കാൻ ഇനിയും ഇസ്രായേൽ തയ്യാറാവുന്നില്ല. ഇപ്പോൾ പോലും ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഈജിപ്തുമായി സഹകരിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ്. പക്ഷേ ഈജിപ്തിൽ നിന്നിപ്പോൾ അത് നിരാകരിച്ചിട്ടുണ്ട്. കാരണം ഗസയിൽ നിന്ന് പലസ്തീനികളെ ഈജിപ്തിന്റെ റഫ അതിർത്തി തുറന്ന് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും അനുവദിക്കുകയില്ല എന്ന് തന്നെ ഈജിപ്ത് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ തികച്ചും ഈ മാനുഷികമായിട്ടുള്ള ഒരു സഹായത്തിന് വേണ്ടി റഫ അതിർത്തി തുറക്കാൻ തങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ ഇസ്രായേൽ കൂടിയാണ് അക്കാര്യം തീരുമാനിക്കേണ്ടതെന്നാണ് മധ്യസ്ഥ രാജ്യം കൂടിയായിട്ടുള്ള ഈജിപ്ത് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ UN പൊതുസഭ അംഗീകരിച്ചിരിക്കുന്ന UN രക്ഷാസമിതി തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ട് ഈ അന്തർദേശീയ സൈന്യത്തിന്റെ ഗസയിലുള്ള വിന്യാസത്തിന്. അതിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഭാഗഭാക്കാകും, എത്ര സൈന്യത്തെ നിയോഗിക്കും, ആ സൈന്യത്തിന്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും, അത്തരമൊരു ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം എവിടെ നിലയുറപ്പിക്കും, അവർക്ക് ഗസയ്ക്ക് പുറത്തേക്ക് പൂർണ്ണമായിട്ടും അവർ പോകാൻ തയ്യാറാകുമോ എന്നതുൾപ്പെടെയുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അക്കാര്യത്തിലും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇനിയും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നിരന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തർ ഇന്നലെ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുമെന്ന്. പക്ഷേ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ ഇസ്രായേലിന്റെ പാർലമെന്റ് യോഗം ചേർന്നുകൊണ്ട് നേരത്തെ ട്രംപ് മുന്നോട്ട് വെച്ച 20 പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് എത്രത്തോളം വെല്ലുവിളി അവിടെ സർക്കാരിന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പം നമുക്കറിയാം, വലിയ പ്രതിഷേധം ഇസ്രായേലിനകത്ത് തന്നെ ഉണ്ടായ സാഹചര്യത്തിലാണ്, ഇല്ലെങ്കിൽ വെടിനിർത്തൽ ആവശ്യം അവിടെ നിന്ന് ഉയർന്ന തെരുവിലേക്ക് ആളുകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഇറങ്ങിയ സാഹചര്യത്തിലാണ് ട്രംപ് ഈ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. അത് ഇസ്രായേൽ ഇപ്പോൾ പാർലമെന്റ് അംഗീകരിച്ചിരിക്കുന്നു. എങ്കിൽ പോലും ഭരണകക്ഷി അംഗങ്ങൾ, പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷ അംഗങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അവർക്ക് നെതന്യാഹു അത് അക്സെപ്റ്റ് ചെയ്തതിലുള്ള, ഇല്ലെങ്കിൽ അതിപ്പോൾ പാർലമെന്റിൽ പോലും പാസ്സായതിലുള്ള ഒരു അതൃപ്തി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് ഇസ്രായേൽ ഭരണകൂടത്തെ ബാധിക്കുന്നതാണോ, അത് വെല്ലുവിളിയാണോ? തന്നെ തീർച്ചയായിട്ടും. കാരണം നേരത്തെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇത് അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ട്രംപിന്റെ അത്രയും ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് നെതന്യാഹു ഇത് താൽക്കാലികമായിട്ടെങ്കിലും അംഗീകരിക്കുകയും പിന്നിട്ട 50 ദിവസത്തോളം ഏതാണ്ട് പ്രത്യക്ഷത്തിൽ പൂർണ്ണമായ തോതിൽ അല്ലെങ്കിൽ പോലും ആ വെടിനിർത്തൽ നിലനിൽക്കുന്നുമുണ്ട്. ഇന്നിപ്പോൾ അതിന്റെ അടുത്തൊരു ഘട്ടം എന്നതിലൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ പാർലമെന്റിൽ, അതും പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡാണ് ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലുണ്ട്. അതായത് ഇനിയും ഗസയിൽ ഒരു യുദ്ധം പുനരാരംഭിക്കരുത് എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിലാണ് യായർ ലാപ്പിഡിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഒന്നടങ്കം എത്തി നിൽക്കുന്നത്. കാരണം അത്രയേറെ വലിയ പരിക്ക് ഇസ്രായേൽ സാമൂഹിക ഘടനയ്ക്ക്, അതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈനിക സംവിധാനത്തിന്, ഇസ്രായേലിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധം ഇതോടുകൂടി നിർത്തണം എന്ന ഒരു താല്പര്യത്തിന്റെ കൂടി പുറത്താണ് പ്രതിപക്ഷ നേതൃത്വം ഇതിൽ ഈ പാർലമെന്റിൽ ഇന്ന് ഇതുമായി
അതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണമുന്നണി ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അതിൽ തീവ്ര വലതുപക്ഷ നേതൃത്വമായിട്ടുള്ള ബെൻഗവിറും സ്മോട്രിക്കുമൊക്കെ ഈ വിട്ടുനിന്നവരിൽ ഉൾപ്പെടും. ഫലത്തിൽ പിന്നെ ട്രംപിനെ വെല്ലുവിളിക്കാനുള്ള പരിമിതി കാരണം നെതന്യാഹു ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബിൽ പിന്നെ പാർലമെന്റ് ഇതിന്റെ ഒരു സാങ്കേതികമായിട്ട് ഇത് അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തുടർ നീക്കങ്ങൾ എന്നത് ഇപ്പോൾ പോലും അത് അംഗീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഭരണമുന്നണി അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ തുടർ നീക്കങ്ങൾ അല്ലെങ്കിൽ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം എന്നത് മുന്നോട്ട് പോകണമെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഭരണ കക്ഷിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീർപ്പ് വരേണ്ടതുണ്ട്. പക്ഷെ അത് എത്ര കണ്ട് ഉണ്ടാകും എന്ന ചോദ്യം കൂടിയാണ് ഈ രാത്രിയിലും ബാക്കി നിൽക്കുന്നത്. ധന്യ. ശരി, MC, നന്ദി. UN സ്വതന്ത്ര പലസ്തീനുള്ള പിന്തുണ ആവർത്തിച്ച് ഖത്തർ. UN പൊതുസഭയുടെ പ്ലീനറി സെഷനിൽ ഖത്തർ സ്ഥിരം പ്രതിനിധി ഷൈഖ അലിയ ബിൻ അഹമ്മദാണ് രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. പലസ്തീനികൾക്ക് അവരുടെ നിയമപരമായ അവകാശങ്ങൾ ലഭിക്കും വരെ രാജ്യത്തിന്റെ അചഞ്ചലമായ പിന്തുണ ആവർത്തിക്കുന്നു. സ്വതന്ത്ര പരമാധികാര പലസ്തീൻ യാഥാർത്ഥ്യമാക്കേണ്ടത് അനിവാര്യതയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഗസയിലെ ദുരിതബാധിതർക്കായി കുവൈറ്റ് വാട്ടറിംഗ് സൊസൈറ്റി 15 ട്രക്ക് ശുദ്ധജലം അയച്ചു. കുവൈറ്റ് സോഷ്യൽ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും ചാരിറ്റി സംഘടനകളുടെയും സഹകരണത്തോടെയാണ് സോഗ്യ ഗസ പദ്ധതിയുടെ ഭാഗമായി സഹായം എത്തിച്ചത്. 800,000-ലധികം കുപ്പിവെള്ളമുള്ള ട്രക്കുകൾ കുവൈത്തിൽ നിന്ന് ഈജിപ്തിലെ അൽ അരിഷിലേക്കാണ് ആദ്യം എത്തിക്കുന്നത്. ഗസയിൽ ജലക്ഷാമം കുറയ്ക്കാൻ കൂടുതൽ പദ്ധതികളും തയ്യാറാക്കുന്നുണ്ടെന്ന് KWS ചെയർമാൻ ഡോക്ടർ നജീബ് അൽ ഉസ്മാൻ വ്യക്തമാക്കി. ഇനി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാന വാർത്തകളിലേക്കാണ്. GCC ഉച്ചകോടിയുടെയും ഫിഫ അറബ് കപ്പിന്റെയും വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ആദ്യം GCC ഉച്ചകോടിയിലേക്ക് പോകാം. ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വേണമെന്ന ആവശ്യവും ആവർത്തിച്ചിരിക്കുകയാണ് GCC ഉച്ചകോടി. ബഹ്റൈനിൽ നടന്ന ഉച്ചകോടിയിൽ ഗൾഫ് മേഖല നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികൾക്ക് സംയുക്തമായി പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനും ധാരണയായിട്ടുണ്ട്. GCC ഉച്ചകോടി നടക്കുന്ന ബഹ്റൈനിലെ മനാമയിൽ നിന്ന് ഷഫി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷഫി, GCC ഉച്ചകോടി അതെങ്ങനെ നടന്നു? ശക്തമായി അപലപിച്ചിട്ടുണ്ട് പല കാര്യങ്ങളെയും, പ്രത്യേകിച്ച് സ്വതന്ത്ര പലസ്തീൻ ആവശ്യത്തിലൊക്കെ അത് ആവർത്തിക്കുകയും ചെയ്തു ഉച്ചകോടിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ധന്യ, ഗൾഫ് ഐക്യത്തിന്റെ സന്ദേശം പങ്കുവച്ചുകൊണ്ടാണ് 46ാമത് GCC ഉച്ചകോടി ബഹ്റൈനിൽ ആരംഭിച്ചത്. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ GCC ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ചു. അംഗരാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും വിവിധ പ്രതിനിധികളും സമ്മിറ്റിന്റെ ഭാഗമായി പങ്കെടുത്തു. അതിൽ തന്നെ GCC രാജ്യങ്ങളുടെ രാഷ്ട്രീയ സ്ഥിരത, സാമ്പത്തിക അഭിവൃദ്ധി, സുരക്ഷാ സഹകരണം എന്നിവയും രാജ്യങ്ങളുടെ ദേശീയ പരമാധികാരം സംരക്ഷിക്കുക എന്ന വിഷയത്തിലും ാണ് GCC ഉച്ചകോടിയിൽ ചർച്ചകൾ നടന്നത്. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഏകീകരണം വേഗത്തിലാക്കുക, അതുവഴി പൂർണ്ണ സാമ്പത്തിക ഐക്യം കൈവരിക്കുക, അംഗരാജ്യങ്ങൾക്കിടയിലെ നിക്ഷേപ വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുക, വിപുലപ്പെടുത്തുക, ഗൾഫ് മേഖല നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളെ സംയുക്തമായി പ്രതിരോധിക്കുക, അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സുരക്ഷാ സൈനിക സഹകരണം കൂടുതൽ ദൃഢമാക്കുക, കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഉച്ചകോടിയിൽ പ്രധാനമായി ഉയർന്നു വന്ന ചർച്ചകൾ. അതുപോലെ മുൻ ഉച്ചകോടിയിലേതുപോലെ തന്നെ പലസ്തീൻ വിഷയവും ഇത്തവണയും പ്രധാന ചർച്ചയായി ഉയർന്നു വന്നിരുന്നു. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യത്വരഹിതമായ ആക്രമണമാണെന്നും അവിടെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്നും ഉച്ചകോടി ആവർത്തിച്ചു പറഞ്ഞു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വേണമെന്ന നിലപാടിൽ ഗൾഫ് രാജ്യങ്ങളുടെ നേതാക്കൾ വീണ്ടും ഇത്തവണയും ഉറച്ചു നിന്നു. അതുപോലെ തന്നെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അവിടെ നടക്കുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരണമെങ്കിൽ ഗസ സമാധാന പദ്ധതി നടപ്പിലാക്കണമെന്നും അതിന് പൂർണ്ണ പിന്തുണയുണ്ടെന്നും ഗൾഫ് ഉച്ചകോടി വ്യക്തമാക്കി. അതുപോലെ മറ്റൊരു പ്രധാന വിഷയം ഇത്തവണത്തെ ഉച്ചകോടിയിൽ ഉയർന്നു വന്നത് ഖത്തർ ആക്രമണമാണ്. നമുക്കറിയാം, ഖത്തറിൽ മാസങ്ങളുടെ ഇടവേളയിൽ ആണ് ഇറാനും ഇസ്രായേലും മിസൈൽ ആക്രമണം നടത്തിയത്. ആ വിഷയത്തിലും ആ സംഭവത്തിലും GCC ഉച്ചകോടി ശക്തമായി അപലപിച്ചു. കുവൈത്ത് അമീർ ഈ വിഷയത്തിൽ പറഞ്ഞത്, ഒരു GCC രാജ്യത്തിനെതിരായി ആക്രമണം അഴിച്ചുവിടുന്നത് മുഴുവൻ GCC രാജ്യങ്ങളെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും ഒരു GCC രാജ്യത്തിനെതിരെ നടത്തുന്ന ആക്രമണം മുഴുവൻ GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യമാണെന്നുമാണ് കുവൈത്ത് അമീർ
GCC ഉച്ചകോടിയിൽ വെച്ച് പ്രസ്താവിച്ചത്. അതുപോലെ മറ്റൊരു പ്രധാന സംഭവം ഗൾഫ് സഹകരണ കൗൺസിലിന്റെ പ്രധാന നേട്ടങ്ങളാണ്. ഗൾഫ് സഹകരണ കൗൺസിൽ ഈ കാലയളവിലെ പ്രധാന നേട്ടങ്ങൾ GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവിയാണ് അവതരിപ്പിച്ചത്. അതിൽ തന്നെ റിയാദിൽ വെച്ച് നടന്ന GCC US ഉച്ചകോടി, സൈനിക പ്രതിരോധ രംഗത്തെ ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണം, കള്ളപ്പണം തടയുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾ സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതികൾ തുടങ്ങിയ നേട്ടങ്ങളാണ് അദ്ദേഹം എണ്ണി പറഞ്ഞത്. ഇത്തരത്തിലുള്ള പദ്ധതികളും പ്രഖ്യാപനങ്ങളും വിമർശനങ്ങളും നിലപാടുകളും ഒക്കെ ഉൾപ്പെടുത്തിയുമാണ് ഇത്തവണത്തെ ബഹ്റൈനിൽ നടന്ന GCC ഉച്ചകോടി സമാപിച്ചത്. ധന്യ. ശരി ഷഫി. GCC ഐക്യം സ്ഥിരതയുള്ള നയമാണെന്നും മേഖലയിലെ വെല്ലുവിളികൾക്കെതിരെ കൂട്ടായ സുരക്ഷയാണ് ശക്തിയെന്നും കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷേൽ അഹമ്മദ് ജാബിർ അസബാഗ് ബഹ്റൈനിൽ നടന്ന GCC ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക അന്തർദേശീയ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലാണ് കൌൺസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് അമീർ ചൂണ്ടിക്കാട്ടി. ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണവും പലസ്തീനിലെ തുടർച്ചയായ ആക്രമണങ്ങളും അമീർ അപലപിച്ചു. 1967 അതിർത്തിക്കുള്ളിൽ കിഴക്കൻ ജെറുസലേം സംസ്ഥാനമായുള്ള പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആഗോള വ്യോമയാന ഹബ്ബാക്കി സൗദിയെ മാറ്റാൻ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടി സൗദി അറേബ്യ. 500-ലേറെ വിമാനങ്ങൾ വാങ്ങുന്നതിന് ഓർഡർ നൽകിയതായും പലതും രാജ്യത്തെത്തിയതായും സൗദി ഗതാഗത മന്ത്രി അറിയിച്ചു. റിയാദ് എയർ, സൗദി എയർലൈൻസ്, ഫ്ലൈനാസ്, ഫ്ലൈ അദീൽ എന്നിവയെല്ലാം വിമാനങ്ങൾ എത്തിക്കുന്നുണ്ട്. സൗദിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓർഡറിലെ വിമാനങ്ങളാണ് രാജ്യത്തെത്തുന്നത്. പേരുകളുമായി റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരി ചേരുന്നുണ്ട്. വിശാൽ, വലിയ നേട്ടത്തിലേക്ക് സൗദി വിമാനങ്ങളുടെ കാര്യത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്നൊക്കെയാണ് എത്രത്തോളം വിമാനങ്ങളാണ് സൗദി വാങ്ങിക്കൂട്ടുന്നത്? സൗദി ഗതാഗത മന്ത്രി സ്വാലിഹ് അൽ ജാസറാണ് വിമാന ഓർഡറുകളുമായി ബന്ധപ്പെട്ട ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. വ്യോമയാന മേഖലയിൽ സൗദിയുടെ ദേശീയ വിമാന കമ്പനികൾക്കായി ചെയ്ത വിമാന ഓർഡറുകളുടെ എണ്ണം 500 കവിഞ്ഞിരിക്കുകയാണ് നിലവിൽ. കോവിഡിന് മുൻപ് ഇത്തരം വിമാന കമ്പനികൾക്ക് 100 ലക്ഷ്യസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിലവിൽ അത് 172 ലക്ഷ്യസ്ഥാനങ്ങളായി ഉയർന്നിട്ടുണ്ട്. 2030 ലക്ഷ്യസ്ഥാനങ്ങളുടെ എണ്ണം 250 എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം അറിയിച്ചു. കിങ് സൽമാൻ വിമാനത്താവളം, അതുപോലെ തന്നെ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളം തുടങ്ങിയ പ്രധാന പദ്ധതികൾ, അതോടൊപ്പം തന്നെ ജീസ, അൽജൌഫ് വിമാനത്താവളങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, റിയാദ് വിമാനത്താവളത്തിന്റെ വിപുലീകരണം തുടങ്ങിയവ ഈ മേഖലയിലെ വ്യോമയാന മേഖലയുടെ പ്രധാന നേട്ടങ്ങളാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം എയർ കാർഗോ മേഖലയിലെ വളർച്ച 30%. 2030 ഇത് 35 ലക്ഷം ടണ്ണിലേക്ക് എയർ കാർഗോ എത്തിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി പുതിയ കാർഗോ വിമാനങ്ങൾ, അതുപോലെ തന്നെ വൈഡ് ബോഡി യാത്രാ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഇതോടൊപ്പം അറിയിച്ചു. വിശാലാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ യാത്രാ ട്രെയിനുകൾ വാങ്ങാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ. ഈ വർഷം 10 പുതിയ ട്രെയിനുകൾക്ക് ഓർഡർ നൽകുമെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കി. പൊതുബജറ്റ് ഫോറത്തിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. സൗദിയിൽ ട്രെയിൻ യാത്രക്കാരുടെ എണ്ണം പ്രതിവർഷം 1 കോടി വെച്ച് വർദ്ധിക്കുന്നതായും മന്ത്രി പറഞ്ഞു. പുതിയ 10 ട്രെയിനുകൾക്ക് ഓർഡർ നൽകുമെന്ന് സൗദി ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സാലിഹ് അൽ ജാസർ പറഞ്ഞു. 2026 പൊതുബജറ്റ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വർഷം തന്നെ ഓർഡർ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ട്രെയിൻ യാത്രക്കാരുടെ എണ്ണം പ്രതിവർഷം 1 കോടിയിലേറെ വർധനവാണ് രേഖപ്പെടുത്തുന്നതെന്നും മന്ത്രി വെളിപ്പെടുത്തി. ബജറ്റിൽ ഗതാഗത മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന നിരവധി പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പൗരന്മാർക്ക് ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. നിലവിൽ രാജ്യത്ത് 6000 കിലോമീറ്റർ റെയിൽവേ ശൃംഖലയാണ് ഉള്ളത്. ഇത് ഇരട്ടിയാക്കാനും സേവന നിലവാരം ഉയർത്തുവാനുമാണ് ലക്ഷ്യമിടുന്നത്. ഈ വർഷം റെയിൽവേ വഴി 30 ദശലക്ഷം ടൺ ചരക്ക് നീക്കമാണ് നടന്നത്. ഇത് റെക്കോർഡ് വർധനവാണ്. ഇതിലൂടെ റോഡുകളിൽ നിന്ന് 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ട്രക്ക് സർവീസുകളെ നീക്കം ചെയ്യാൻ കഴിഞ്ഞുവെന്നും മന്ത്രി അവകാശപ്പെട്ടു. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമ്മാം. സൗദിയിലെ റിയാദ് മെട്രോയുടെ 7ാം ലൈനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം തുടക്കമാകും. നിലവിൽ 6 ലൈനുകളാണ് മെട്രോ സേവനം നൽകുന്നത്. കഴിഞ്ഞ ദിവസം ലോകത്തെ ഏറ്റവും വലിയ ഡ്രൈവറില്ല മെട്രോ നെറ്റ്വർക്ക് എന്ന നേട്ടത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡിലും റിയാദ് മെട്രോ ഇടം പിടിച്ചിരുന്നു.
റിയാദ് മെട്രോയുടെ 7ാം ലൈനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമാകുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് അടുത്ത വർഷം തുടക്കമാവുക. കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനലുകളായ കിദിയ എന്റർടൈൻമെന്റ് സിറ്റി, കിങ് അബ്ദുള്ള ഇന്റർനാഷണൽ ഗാർഡൻ, മിസ്ക് സിറ്റി, ദിരിയ ഗേറ്റ്, കിങ് സൽമാൻ പാർക്ക് എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും പുതിയ പാത. ഏകദേശം 65 കിലോമീറ്റർ ആയിരിക്കും ദൂരം. 19 സ്റ്റേഷനുകൾ ഉൾപ്പെടുന്നതായിരിക്കും പുതിയ പാത. നിലവിൽ മെട്രോ സേവനം നൽകുന്നത് 6 ലൈനുകളിലാണ്. ബ്ലൂ, റെഡ്, ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ, പർപ്പിൾ എന്നീ ലൈനുകളാണവ. ലോകത്തെ ഏറ്റവും വലിയ ഡ്രൈവറില്ലാ മെട്രോ നെറ്റ്വർക്കായ റിയാദ് മെട്രോ കഴിഞ്ഞ ദിവസം ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം പിടിച്ചിരുന്നു. ചുരുങ്ങിയ ചെലവിലും എളുപ്പത്തിലും യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് റിയാദ് മെട്രോ ഒരുക്കുന്നത്. അതിനാൽ തന്നെ ഏറെ ജനകീയമായിരിക്കുകയാണ് മെട്രോയുടെ സേവനം. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ ഇറാഖിന് ജയം. ബഹ്റൈനെയാണ് ഇറാഖ് തോൽപ്പിച്ചത്. അൾജീരിയയും സുഡാനും തമ്മിലുള്ള മത്സരം സമനിലയിലായി. ജോർദാൻ UAE പോരാട്ടം പുരോഗമിക്കുകയാണ്. ദോഹയിൽ നിന്ന് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, കഴിഞ്ഞ കളിയുടെ വിശേഷങ്ങൾ, ഇപ്പോഴത്തെ കളി, UAEയും ജോർദാനും തമ്മിലുള്ള മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു? എത്രത്തോളം ആവേശത്തിലാണ്? ജോർദാനും UAEയും തമ്മിലുള്ള മത്സരം ഇപ്പോൾ ഹാഫ് ടൈം പിന്നിട്ടിരിക്കുകയാണ്. അത് ഒരു ഗോളിന്, ഏകപക്ഷീയമായ ഒരു ഗോളിന് ജോർദാൻ മുമ്പിലാണ്. ഇതിനു മുമ്പ് ഗ്രൂപ്പ് സിയിലെ 2 മത്സരങ്ങൾ കഴിഞ്ഞു. ഇത് ആദ്യത്തെ മത്സരം അൾജീരിയയും സുഡാനും തമ്മിലായിരുന്നു. രണ്ടാമത്തെ മത്സരം ഇറാഖും അതുപോലെ ബഹ്റൈനും തമ്മിലാണ്. ആദ്യ മത്സരം അൾജീരിയയും സുഡാനും തമ്മിലുള്ള മത്സരം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് സുഡാൻ ആരാധകരോട് ഒരു വലിയ ആവേശം കാണാം. എൻ്റെ പിന്നിൽ ഈ അൾജീരിയ, ശക്തരായ അൾജീരിയ എന്ന് പറയുമ്പോൾ ഈ ടൂർണമെന്റിലെ ഫേവറേറ്റുകളായിരുന്നു. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ്. ഈ ചാമ്പ്യന്മാരായ ടീമിനെ 0-0 ഗോൾ രഹിത സമനിലയിൽ തളച്ചു എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. അതിൽ അൾജീരിയക്കാർ വളരെയധികം വലിയ ഒരു വിജയം പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നത്തെ മത്സരത്തിനുണ്ടായിരുന്നത്. എൻ്റെ കൂടെ ചില അൾജീരിയൻ ഫാൻസ് കൂടി ചേരുന്നുണ്ട്. ഹായ് ബ്രോ. Hello. Your name? My name is Zakaria. I'm from Algeria, exactly in Sidi Bel Abbas. Yeah. How was the game today? I'm not happy actually because the draw 0-0. The deviation of the match is the red card of Adam Munnes player. I think in next match we will win against Bahrain. Yeah, the red card is a decisive moment in the match, I think. The red card is a deviation. അഥവാ ഈ ആദ്യ പകുതിയുടെ അധിക സമയത്ത് അൾജീരിയൻ താരത്തിന് രണ്ടാം റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു. ഇത് മത്സരത്തിൽ ഒരു ഡിസിസീവ് ആയിട്ടുള്ള മൊമെന്റായി, ഒരു നിർണായക മൊമെന്റായി എന്നാണ് ഇവർ അൾജീരിയൻ ഫാൻസ് പറയുന്നത്. ഇന്നലെ ഇവിടെ അൾജീരിയയുടെ വലിയ ആഘോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരുമ്പോൾ ഈ അൾജീരിയയെ സമനിലയിൽ തളച്ചതിന്റെ ആവേശവുമായിട്ടാണ് സുഡാനി ആരാധകർ ഇവിടെ ഒത്തുകൂടിയിട്ടത്. ഇവിടെ വലിയ ആഘോഷങ്ങൾ കാണാം. രണ്ടാമത്തെ മത്സരം നടന്നത് ഇറാഖും ബഹ്റൈനും തമ്മിലായിരുന്നു. ഇറാഖ് അവരുടെ ക്യാമ്പയിൻ വിജയത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്നു. ആദ്യ പകുതിയുടെ 10 മിനിറ്റിൽ നേടിയ ഗോൾ, അതുപോലെ ആദ്യ പകുതി അവസാനിക്കുന്ന മുമ്പ് നേടിയ രണ്ടാമത്തെ ഗോൾ, ഈ 2 ഗോൾ ഇറാഖ് ആദ്യം നേടി. പിന്നീട് ബഹ്റൈൻ രണ്ടാമത്തെ പാതിയിൽ തിരിച്ചടിച്ചു 79-ാം മിനിറ്റിൽ. എങ്കിലും ബഹ്റൈന് തോൽവി വഴങ്ങേണ്ടി വന്നു. ഇറാഖ് അവരുടെ ഈ ടൂർണമെന്റിലെ ക്യാമ്പയിൻ വിജയത്തോടു കൂടി ആരംഭിച്ചിരിക്കുകയാണ്. എനിക്ക് അൾജീരിയയുടെ ഈ what is this? This is my scarf of my club Lisambea. Liasma Bel Abbas. It is of national team, okay? അവരുടെ ഒരു നാഷണൽ ക്ലബിന്റെ അവരുടെ സ്കാർഫാണ് എനിക്ക് അണിഞ്ഞിട്ടുള്ളത്. ഏതായാലും എനിവേ ഈ ഒരു ആഘോഷത്തിന്റെ ലഹരിയിൽ തന്നെയാണ് നിലവിൽ ദോഹയുള്ളത്. മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. UAEക്കെതിരെ ജോർഡാൻ ഹാഫ് ടൈം ആകുമ്പോൾ 1 ഗോളിന് മുമ്പിലാണ്. ഓക്കെ, 1 2 3 viva Algeria. 1 2 3 viva Algeria. from Saudi Arabia. حياك الله. شكرا حبيبي. സൗദിയിൽ നിന്നുള്ള ആരാധകർ, അൾജീരിയയിൽ നിന്നുള്ള ആരാധകർ, സുഡാനിൽ നിന്നുള്ള ആരാധകർ, മൊറോക്കോയിൽ നിന്നുള്ള ആരാധകർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകരാണ് ഈ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. ദോഹയിലെ സൂക്ക് വാക്കിഫിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. UAE വാറ്റ് നിയമങ്ങളിൽ മാറ്റം വരുത്തി ഫെഡറൽ ടാക്സ് അതോറിറ്റി. വിവിധ ടാക്സ് പിഴകൾ കുറച്ചു. വ്യാജ ഇൻവോയ്സുകളിൽ നടപടി കടുപ്പിക്കുമെന്നും FTA അറിയിച്ചു. UAE ഫെഡറൽ ടാക്സ് നിയമത്തിലും ടാക്സ് പിഴകളിലുമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്.
നിയമത്തിലെ മാറ്റങ്ങൾ 2026 ജനുവരി 1-നും പിഴകളിലെ മാറ്റങ്ങൾ ഏപ്രിൽ 14-നും പ്രാബല്യത്തിൽ വരും. വാറ്റ് റീഫണ്ട് വിഭാഗത്തിലാണ് പ്രധാന മാറ്റം. വാറ്റ് റീഫണ്ട് ചെയ്യാൻ 5 വർഷമെന്ന കാലപരിധി നിശ്ചയിച്ചു. 5 വർഷം കഴിയുകയാണെങ്കിൽ ആ ക്ലെയിം ചെയ്യാത്ത എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഫൊർഫീറ്റ് ചെയ്യപ്പെടും. അതായത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുകയില്ല. അടുത്തതായി വോളണ്ടറി ഡിസ്ക്ലോഷർ. FTA നമ്മൾ ഫയൽ ചെയ്ത റിട്ടേണിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സോ കറക്ഷൻസോ വരുത്തുന്നതിനുള്ള നിയമത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഫേക്ക് ഇൻവോയ്സസ് എന്ന് പറയാൻ പറ്റില്ല. അത് ഇൻപുട്ട് ടാക്സ് നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഇൻവോയ്സസ് കൃത്യമല്ല എന്ന് ഫെഡറൽ ടാക്സ് അതോറിറ്റിക്ക് തോന്നുകയാണെങ്കിൽ ആ ഇൻവോയ്സുകൾ നമുക്ക് ഫെഡറൽ ടാക്സ് അതോറിറ്റി റീഫണ്ടോ അല്ലെങ്കിൽ ഇൻപുട്ടായിട്ടോ അനുവദിക്കുകയില്ല. ടാക്സ് അടക്കാത്തതിന്റെ പിഴ മാസം 4%, വർഷം ശരാശരി 48%, 1.17%, വർഷം 14% കുറക്കും. അറബിയിൽ രേഖകൾ സമർപ്പിക്കാത്തതിനുള്ള പിഴ 20,000 ദിർഹമായിരുന്നത് 5,000 ആക്കി കുറക്കും. വാറ്റ് അമെന്റ്മെന്റ് പെനാൽറ്റി 5,000 ദിർഹം മുതൽ 10,000 ദിർഹം വരെ ആയിരുന്നത് 1,000 ദിർഹം മുതൽ 5,000 ദിർഹം വരെയാക്കും. വളണ്ടിയർ ഡിസ്ക്ലോഷർ വേരിയബിൾ പെനാൽറ്റി 5% മുതൽ 40% വരെ ആയിരുന്നത് മാസം 1% ആക്കി. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ ലൈസൻസ് ഇല്ലാതെ കറൻസി വിനിമയം നടത്തുന്നവർക്കെതിരെ കർശന ശിക്ഷകൾ കൊണ്ടുവരുന്ന പുതിയ കരാർ നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. 2013 വാണിജ്യ സ്ഥാപനങ്ങളുടെ ലൈസൻസ് നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ കറൻസി എക്സ്ചേഞ്ച് നടത്തുന്ന വ്യക്തികൾക്ക് 6 മാസം വരെ തടവ് അല്ലെങ്കിൽ 3,000 ദിനാർ വരെ പിഴ ലഭിക്കാം. സ്ഥാപനങ്ങളാണെങ്കിൽ 5,000 മുതൽ 20,000 ദിനാർ വരെ പിഴ ചുമത്തുന്നതോടൊപ്പം ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടും. മസ്കറ്റ് നഗരത്തിന്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാവുന്ന മത്ര സ്ക്വയർ പദ്ധതി നിർമ്മാണ ഘട്ടത്തിലേക്ക് കടന്നു. പദ്ധതിക്ക് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അംഗീകാരം നൽകി. നിർമ്മാണം പുരോഗമിക്കുന്ന കേബിൾ കാർ പദ്ധതി കൂടി പൂർത്തിയാകുന്നതോടെ മസ്കറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മത്രയുടെ മുഖഛായ മാറും. ഏറെ നാളായി മസ്കത്ത് കാത്തിരിക്കുന്ന പദ്ധതിയാണ് മത്ര സ്ക്വയർ. മത്രയിലെ കടൽ തീരത്ത് നടപ്പാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ കരാർ നൽകിയതായി മസ്കത്ത് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. ദേശീയ നഗരവികസന നയം 2040 ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതി നഗരത്തിന്റെ വികസന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടലിന് കുറുകെ 5 മീറ്റർ വീതിയുള്ള യു ആകൃതിയിലുള്ള പാലമാണ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകത. ഹരിത ഇടങ്ങളും കാൽനടപ്പാതകളും പദ്ധതിയിലുണ്ട്. കടലിന്റെ താളത്തിനൊത്ത് രൂപകൽപ്പന ചെയ്ത ആധുനിക ലൈറ്റിംഗ് സംവിധാനവും അടക്കം ആകർഷകമായ അന്തരീക്ഷം മത്ര സ്ക്വയർ സൃഷ്ടിക്കും. കോർണിഷിന്റെയും മത്ര കോട്ടയുടെയും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കാൻ ഉതകുന്ന തരത്തിലായിരിക്കും നിർമ്മാണം. മത്രയുടെ ചരിത്രവും പൈതൃകവുമായ മൂല്യം ഉയർത്തിക്കാട്ടുക, ടൂറിസ്റ്റ് സാധ്യതകൾ വികസിപ്പിക്കുക തുടങ്ങിയവയാണ് മത്ര സ്ക്വയറിലൂടെ ലക്ഷ്യമിടുന്നത്. മത്രയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കേബിൾ കാർ പദ്ധതി കൂടി പൂർത്തിയാകുന്നതോടെ മസ്കത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. മീഡിയ 1 മസ്കത്ത്. മസ്കറ്റിൽ 170 കോടി റിയാലിന്റെ പദ്ധതികൾക്ക് തറക്കല്ലിട്ടു. സുൽത്താൻ ഹൈതം സിറ്റിയിലെ ജൂത്ത് പദ്ധതിക്കും മനുമയിലെ യമാൽ സിറ്റി പദ്ധതിക്കുമാണ് ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രി ദിയസീൻ ബിൻ ഹൈതം തറക്കല്ലിട്ടത്. 27 ലക്ഷം ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ജൂത്ത് പദ്ധതിയിൽ 7,000-ലധികം റെസിഡൻഷ്യൽ യൂണിറ്റുകളും ഹരിത ഇടങ്ങളുമുണ്ട്. വാണിജ്യ, മെഡിക്കൽ, വിദ്യാഭ്യാസ, വിനോദ, കായിക സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന സ്മാർട്ട് കമ്മ്യൂണിറ്റിയും പദ്ധതിയിലുണ്ടാകും. 22 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് യമൽ സിറ്റി നിർമ്മിക്കുന്നത്. 5ാമത് റെഡ് സീ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ സൗദിയിലെ ജിദ്ദയിൽ തുടക്കമാകും. ഐശ്വര്യ റായ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സിനിമാ താരങ്ങൾ മേളയുടെ ഭാഗമാകും. ഡിസംബർ 13 വരെ മേള നീണ്ടു നിൽക്കും. 10 ദിവസങ്ങളിലായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 110ഓളം സിനിമകളാണ് മേളയിൽ പ്രദർശനത്തിനെത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളിൽ ഒരാളായാണ് ഐശ്വര്യ റായ് ബച്ചൻ പങ്കെടുക്കുക. ഇൻ കോൺവെർസേഷൻ വിത്ത് എന്ന പ്രത്യേക സെഷനിൽ താരം സിനിമാ പ്രേമികളുമായി സംവദിക്കും. 2 തവണ ഓസ്കാർ പുരസ്കാരം നേടിയ അമേരിക്കൻ നടൻ ഏഡ്രിയൻ ബ്രോഡി, ഓസ്കാർ ജേതാവും അമേരിക്കൻ സംവിധായകനുമായ ഷോൺ ബേക്കറും ഉദ്ഘാടന വേദിയിലുണ്ടാകും. ഐശ്വര്യയ്ക്ക് പുറമെ ഇന്ത്യൻ സിനിമയിലെ പ്രമുഖരും ഫെസ്റ്റിവലിന്റെ ഭാഗമാകുന്നുണ്ട്. സിനിമാ പ്രദർശനത്തോടൊപ്പം ചർച്ചാ സദസ്സുകളും സംവാദങ്ങളും വർക്ക്ഷോപ്പുകളും ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായുണ്ടാകും. അൽ ബാലത്ത് ഡിസ്ട്രിക്റ്റിലെയും ബാഗ്ദാദിലെയും പ്രത്യേകമായി സജ്ജീകരിച്ച തിയേറ്ററുകളിലും ഓഡിറ്റോറിയങ്ങളിലും തുറന്ന വേദികളിലുമാണ് മേള നടക്കുന്നത്. വിവിധ നിരക്കുകളിലുള്ള ടിക്കറ്റുകൾ ഓൺലൈനിൽ ലഭ്യമാണ്. വിഷൻ 2030ന്റെ ഭാഗമായി ജിദ്ദയെ സാംസ്കാരിക ഹബ്ബായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഫെസ്റ്റിവൽ പ്രധാന പങ്കുവഹിക്കും. മീഡിയ 1 ജിദ്ദ. സൗദിയിലെ റിയാദിൽ ലോക ഈന്തപ്പഴമേള സന്ദർശകരാൽ സജീവമാകുന്നു.
വിവിധ ഇനങ്ങളിലെ ഈന്തപ്പഴം, അനുബന്ധ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഫെസ്റ്റിന്റെ ഭാഗമായി പുരോഗമിക്കുന്നത്. സൗദിയിലെ ഭക്ഷണ സംസ്കാരം നേരിട്ട് അനുഭവിക്കാനുള്ള അവസരം കൂടിയാണ് ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ഈ മാസം 6 വരെ മേള തുടരും. റിയാദിൽ ഈന്തപ്പഴങ്ങളുടെ ഫെസ്റ്റായ വേൾഡ് ഓഫ് ഡേറ്റ്സ് തുടരുകയാണ്. വിവിധ ഇനം ഈന്തപ്പഴങ്ങളാണ് ഇവിടെ പരിചയപ്പെടാനും രുചിക്കാനും കഴിയുക. ഈന്തപ്പഴം പരിചയപ്പെടുന്നതോടൊപ്പം സൗദിയുടെ ഭക്ഷണ സംസ്കാരവും ഇവിടെ നിന്ന് അടുത്തറിയാം. ഈന്തപ്പഴ മധുരത്തിൽ അലിഞ്ഞിരിക്കുകയാണ് റിയാദ്. കിങ് സൗദ് യൂണിവേഴ്സിറ്റി ക്യാമ്പിലാണ് വേൾഡ് ഓഫ് ഡേറ്റ്സ് എന്ന പേരിൽ ഈന്തപ്പഴ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 25-നാണ് ഫെസ്റ്റ് ആരംഭിച്ചത്. ഈന്തപ്പഴങ്ങളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനത്തിനും വിൽപ്പനക്കും പുറമെ വിവിധ സാംസ്കാരിക പരിപാടികളും ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഫെസ്റ്റിന്റെ ഭാഗമാകാൻ മലയാളികളടക്കം നിരവധി സന്ദർശകരാണ് എത്തുന്നത്. റിയാദ്, അൽ കസീം, മദീന, ഹായിൽ, അൽ ജൗഫ്, അൽ ഹസ തുടങ്ങി വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള ഈന്തപ്പഴ കച്ചവടക്കാരുടെയും കർഷകരുടെയും സ്റ്റാളുകൾ ഇവിടെ കാണാം. സന്ദർശകരായെത്തുന്നവർക്ക് ഈന്തപ്പഴം വാങ്ങാനും രുചിക്കാനും അവസരമുണ്ട്. അജുവ, സുക്കരി, മബ്രൂം, സാരി, റബിയ, അംബർ, മജ്ഹൂൽ, സഫാവി, അൽ ഖലാസ് തുടങ്ങി പലയിനം ഈന്തപ്പഴങ്ങൾ ഇവിടെ പരിചയപ്പെടാം. ഈന്തപ്പഴങ്ങൾക്ക് പുറമെ അറേബ്യൻ ഗഹ്വ, ഈന്തപ്പഴ സിറപ്പുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, മിലാഫ് കോള, കിൽജ ബിസ്ക്കറ്റ് തുടങ്ങി അറേബ്യൻ ഭക്ഷണ സംസ്കാരത്തിന്റെ പ്രദർശനം കൂടിയാണ് വേൾഡ് ഓഫ് ഡേറ്റ്സ്. സൗദി കലാകാരന്മാർ അവതരിപ്പിക്കുന്ന അർദ, ദഫ് അടക്കമുള്ള വിവിധ കലാപ്രകടനങ്ങളും കവിയരങ്ങും മേളനഗരിയിൽ അരങ്ങേറുന്നുണ്ട്. സ്റ്റേജ് ഷോകൾ, ലൈവ് ചിത്രരചനാ പവലിയനുകൾ, കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടികൾ, പഠനത്തിനും ഗവേഷണത്തിനുമായി വിവിധ സെമിനാറുകൾ എന്നിവയും മേളയുടെ ഭാഗമാണ്. പരിസ്ഥിതി ജലകാർഷിക മന്ത്രാലയമാണ് സംഘാടകർ. വൈകിട്ട് 4 മുതൽ രാത്രി 11 വരെയാണ് സന്ദർശന സമയം. വി ബുക്ക് ആപ്പ് വഴി പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്. ഈ മാസം 4 വരെയായിരിക്കും മേള തുടരുക. രാജ്യത്ത് ഈന്തപ്പഴ ബിസിനസിന് അഭൂതപൂർവമായ വളർച്ചയാണ്. 9 ലക്ഷം ടൺ ഈന്തപ്പഴമാണ് കഴിഞ്ഞ വർഷം വിറ്റത്. ആഗോളതലത്തിൽ സൗദിയുടെ ഈന്തപ്പഴങ്ങളെ പരിചയപ്പെടുത്തുക, എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ ഒരുക്കുന്നത്. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1. UAE ദേശീയ ദിനത്തിൽ തിളങ്ങിയ അബുദാബി സായിദ് നാഷണൽ മ്യൂസിയം. UAE പ്രസിഡന്റ് ഉൾപ്പെടെ ഭരണാധികാരികൾ ഒത്തുകൂടിയത് ഇത്തവണ സായിദ് മ്യൂസിയത്തിലാണ്. ആഘോഷങ്ങൾക്ക് ശേഷം മ്യൂസിയം ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. UAEയുടെ ഐക്യത്തിന്റെയും പൈതൃകത്തിന്റെയും സന്ദേശം വിളിച്ചോതിയായിരുന്നു 54ാമത് ഈദ് അൽ ഇത്തിഹാദ് ആഘോഷങ്ങൾക്ക് സായിദ് നാഷണൽ മ്യൂസിയം സാക്ഷ്യം വഹിച്ചത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ഉന്നത നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ സ്മരണകൾക്ക് ആദരമർപ്പിച്ചാണ് ചടങ്ങുകൾ ആരംഭിച്ചത്.
8000 വർഷം പഴക്കമുള്ള അബുദാബി പേൾ, വെങ്കലവാളുകൾ, ആദ്യകാല നാണയങ്ങൾ തുടങ്ങി മ്യൂസിയത്തിന്റെ ശേഖരത്തിലുള്ള വസ്തുക്കളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. ഈദ് അൽ ഇത്തിഹാദ് ആഘോഷങ്ങൾക്ക് പിന്നാലെ മ്യൂസിയം ഇന്ന് സന്ദർശകർക്കായി തുറന്നു നൽകി. അബുദാബിയിലെ സാദിയാത്ത് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പരുന്തുകളോടുള്ള ഷെയ്ഖ് സായിദിന്റെ ഇഷ്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചിറകിന്റെ ആകൃതിയിലാണ് മ്യൂസിയത്തിന്റെ രൂപകൽപ്പന. യുഎയുടെ കഥ പറയുന്ന 3000-ലധികം പുരാവസ്തുക്കളും മ്യൂസിയത്തിൽ കാണാം. സന്ദർശകരെ ഷെയ്ഖ് സായിദിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന അവർ ബിഗിനിംഗ് ഗ്യാലറിയും കൗതുക കാഴ്ചയാണ്. ആദ്യ ദിനത്തിൽ തന്നെ നിരവധി സന്ദർശകരാണ് മ്യൂസിയത്തിലേക്ക് എത്തിയത്. മീഡിയ 1 അബുദാബി. ദുബൈയിൽ ദേശീയ ദിനാഘോഷങ്ങൾക്കിടെ നിയമലംഘനം നടത്തിയ 74 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. 49 കാറുകളും 25 ഇരുചക്ര വാഹനങ്ങളുമാണ് പിടിച്ചെടുത്തത്. 3000-ലധികം പേർക്ക് പിഴ ചുമത്തി. ദുബൈയിൽ അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ് നടത്തിയ കാറുകളും ഇരുചക്ര വാഹനങ്ങളുമാണ് പിടിച്ചെടുത്തത്. വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കേസിൽ 3153 പേർക്ക് പിഴ ചുമത്തിയെന്നും ദുബായ് പോലീസ് അറിയിച്ചു. റോഡുകളിൽ അഭ്യാസ പ്രകടനങ്ങളും മത്സരയോട്ടവും നടത്തി മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള അവസരമായാണ് ചിലർ ദേശീയ ദിനാഘോഷവേളകളെ ഉപയോഗിച്ചതെന്ന് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജുമാ സലീം ബിൻ സുവൈദാൻ പറഞ്ഞു. ആഘോഷ സമയങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് പോലീസ് നേരത്തെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു വിഭാഗം ആളുകൾ ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടാണ് വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതുൾപ്പെടെ ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടന്നത്. ഇത്തരം പ്രവൃത്തികൾ ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. മീഡിയ 1 ദുബായ്. മികച്ച ജീവിത നിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഏഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒന്നാമതെത്തിയ ഒമാൻ. നംബിയോയുടെ ഗ്ലോബൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിലാണ് 215.1 പോയിന്റുകൾ നേടി സുൽത്താനേറ്റിന്റെ മുന്നേറ്റം. ഖത്തറാണ് GCCയിൽ 2ാം സ്ഥാനത്ത്. നംബിയോയുടെ ഗ്ലോബൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ സുൽത്താനേറ്റ് മുന്നേറ്റം തുടരുകയാണ്. 2025 മധ്യവർഷ റിപ്പോർട്ടിലാണ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒമാൻ ഒന്നാമതെത്തിയത്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വിവിധ മാനദണ്ഡങ്ങളിൽ വിശകലനം നടത്തിയാണ് റാങ്കിംഗ് തീരുമാനിക്കുന്നത്. സുരക്ഷ, സുരക്ഷിതത്വം, വരുമാനവും ജീവിതച്ചെലവും തമ്മിലുള്ള അനുപാതം, ആരോഗ്യ സേവനങ്ങളുടെ നിലവാരം, പരിസ്ഥിതി അന്തരീക്ഷ നിലവാരം, ഗതാഗത നിലവാരം, അടിസ്ഥാന സൗകര്യത്തിൻ്റെ വ്യാപ്തി, മലിനീകരണ തോത് എന്നിവ ഉൾപ്പെടുന്ന പ്രധാന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂല്യനിർണ്ണയം നടത്തിയത്. ഇതിലെല്ലാം സുൽത്താനറ്റ് നേടിയത് മികച്ച മുന്നേറ്റമാണ്. 189.4 പോയിന്റുമായി ഖത്തറാണ് GCCയിൽ 2ാം സ്ഥാനത്തുള്ളത്. UAE 174.2, സൗദി അറേബ്യ 173.7 എന്നിങ്ങനെയാണ് പോയിന്റ് നേട്ടം. ലോകത്തിലെ വിവിധ നഗരങ്ങളിലെയും രാജ്യങ്ങളിലെയും ജീവിത നിലവാരം അളക്കുന്നതിനായി ഉപയോക്താക്കളുടെ പങ്കാളിത്ത തോതിനെ മാനദണ്ഡമാക്കി വിലയിരുത്തുന്ന ഏറ്റവും വലിയ ആഗോള ഡാറ്റാബേസാണ് ഈ സൂചിക. മീഡിയ 1 മസ്കത്ത്. ബ്രിട്ടനിൽ സ്ത്രീയെ തെരുവിൽ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് സാഹസികമായി രക്ഷിച്ച സൗദി സ്വദേശിയായ വിദ്യാർത്ഥിക്ക് കോടതിയുടെ പ്രത്യേക അഭിനന്ദനം. 23-കാരനായ ഹംസ അൽബർ ആയിരുന്നു വഴിയിൽ ആക്രമിക്കപ്പെട്ട സ്ത്രീയെ അതിസാഹസ്യമായി രക്ഷപ്പെടുത്തിയത്. അക്രമിയായ ബ്രിട്ടീഷ് സ്വദേശിക്ക് 9 വർഷത്തെ തടവും 5 വർഷത്തെ നിബന്ധനകളോടെയുള്ള ജീവിതവും ശിക്ഷയായി വിധിച്ചു. Attempting to rape a woman. Where are you from? 55 North Bridge Street, Sunderland. ബ്രിട്ടനിലെ സണ്ടർലാൻഡിൽ വെച്ചാണ് സംഭവം. ഇയാൻ ഹസ്ഡൻ എന്ന 42-കാരനിൽ നിന്ന് തെരുവിൽ പീഡനമേറ്റ വനിതയെയാണ് സൗദി സ്വദേശിയായ വിദ്യാർത്ഥി അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. 23-കാരനായ വിദ്യാർത്ഥി ഹംസ അൽബറാണ് ധീരപ്രവർത്തനത്തിലൂടെ കോടതിയുടെ പ്രശംസ നേടിയത്. രാത്രി നടന്നു പോകുന്നതിനിടെയാണ് ഇദ്ദേഹം അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വനിതയെ പീഡിപ്പിക്കാനുള്ള ശ്രമം കാണുന്നത്. പോലീസിനെ അറിയിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫോണിൽ ചാർജ് ഇല്ലാത്തതിനാൽ പൂർണ്ണ വിവരങ്ങൾ നൽകാനായില്ല. സംഭവ സ്ഥലത്തേക്ക് ഓടിയടുത്ത ഹംസയെ കണ്ട അക്രമി ഓടാൻ ശ്രമിച്ചു. പുറകെ ഓടിയ ഹംസ അക്രമിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഇതിനിടെ ഹംസയുടെ മുഖത്ത് പരിക്കുമേൽക്കുന്നുണ്ട്. At the bus stop I could see 2 people and I could see that there was something going on. Before I even actually dialed them, I realized that my phone is on 2%. I get through to the police specifically and I tell them this is exactly what's happening. As soon as I told them the location and what was happening, മറ്റ് 8 കേസുകളിൽ പിടികിട്ട പുള്ളിയാണ് അക്രമിയായ ഇയാൻ ഹസ്ഡൻ. പ്രതിക്കെതിരെ 9 വർഷം തടവിനും 5 വർഷം നിരീക്ഷണത്തിനും കോടതി ശിക്ഷ വിധിച്ചു. ഹംസ അൽബറിന്റെ അസാമാന്യ ധൈര്യത്തെ കോടതി പ്രശംസിക്കുകയും ചെയ്തു. 10 മാസങ്ങൾക്ക് മുൻപാണ് സംഭവം നടന്നത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കാലിഗ്രഫി ഗവേഷണ മേഖലയിൽ ശ്രദ്ധേയനാവുകയാണ് ആലുവ സ്വദേശി സൊബാഗ്. അബുദാബിയിൽ നടന്ന 4ാമത് അന്താരാഷ്ട്ര ഇസ്ലാമിക കയ്യെഴുത്ത് പ്രതികളെക്കുറിച്ചുള്ള സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സൊബാഗ് ആയിരുന്നു. സൗദിയിലെ യാംബു കെൻസ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പലാണ് ഈ യുവ ഗവേഷകൻ.
ഇസ്ലാമിക കലയുടെ ആത്മാവാണ് അറബിക് കാലിഗ്രാഫി. വിശുദ്ധ കഅബയുടെ കിസ്വ മുതൽ പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ വരെ സൗന്ദര്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തുന്നുണ്ട് ഈ കലാരൂപം. കാലിഗ്രാഫി ഗവേഷണ ലോകത്ത് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന മലയാളി ഗവേഷകൻ സബാഹ്. കാലിഗ്രാഫിയുടെ ചരിത്രം, ഭാഷാശാസ്ത്രം, പുരാവസ്തുശാസ്ത്രം എന്നിവയെല്ലാം നിലവിൽ പഠനവിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയാണ് സബാഹിന്റെ യാത്ര. അറബിക് കാലിഗ്രാഫി എന്ന് പറയുന്ന ഒരു വിഷയം കേവലം ഒരു വര അല്ലെങ്കിൽ ഒരു ആർട്ട് എന്ന അർത്ഥത്തിലല്ല പരിഗണിക്കപ്പെടാറുള്ളത്. അതിന് അക്കാദമികമായിട്ടുള്ള തലങ്ങളിലൂടെ ഇത് വ്യവഹരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ എഴുത്ത് ശൈലികൾ എങ്ങനെയാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പ്രയാണം നടത്തി, അതിന്റെ സർക്കുലേഷൻ എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ ഒരു ഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബുദാബിയിൽ നടന്ന 4ാമത് അന്താരാഷ്ട്ര ഇസ്ലാമിക കയ്യെഴുത്ത് പ്രതികളെ കുറിച്ചുള്ള സമ്മേളനത്തിൽ സബാഹും ഭാഗമായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയായിരുന്നു ഇദ്ദേഹം. സമ്മേളനത്തിൽ സബാഹിന്റേതായി പ്രബന്ധവും അവതരിപ്പിച്ചു. കേരളത്തിലെ മലബാറിലും അതുപോലെ തന്നെ ആഫ്രിക്കയ്ക്കും ഇടയിൽ പ്രയാണം ചെയ്യപ്പെട്ട, സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ഇസ്ലാമിക കയ്യെഴുത്ത് പ്രതികളിലെ ഇസ്ലാമിക കലാവിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ് എനിക്ക് പ്രബന്ധം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത്. നിരവധി, എനിക്ക് തോന്നുന്നു ഒരു 600-ലധികം അബ്സ്ട്രാക്റ്റുകളിൽ നിന്നിട്ടാണ് ഇങ്ങനൊരു അവസരം എന്നെ തേടി വന്നത്. യാംബു കെൻസ് ഇന്റർനാഷണൽ സ്കൂൾ HM-ഉം ദില്ലിയിലെ ഹംദർദ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനുമാണ് ഇദ്ദേഹം. കാലിഗ്രാഫിയുടെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിലും സജീവമാണ് സബാഹ്. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു. കടുത്ത വെള്ളപ്പൊക്കമുണ്ടായ ശ്രീലങ്കയ്ക്ക് കരുതലായി UAE-യുടെ അടിയന്തര സഹായം. പ്രത്യേക തെരച്ചിൽ രക്ഷാസംഘങ്ങളെ വിന്യസിക്കുകയും 20 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുകയും ചെയ്തു. ജോയിന്റ് ഓപ്പറേഷൻസ് കമാൻഡിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശ്രീലങ്കയിൽ രക്ഷാദൌത്യം നിർവഹിക്കുന്നത്. UAE എയ്ഡ് ഏജൻസി, എമിറേറ്റ്സ്, റെഡ് ക്രിസന്റ് അതോറിറ്റി, അബുദാബി സിവിൽ ഡിഫൻസ് എന്നിവയിൽ നിന്നുള്ള സംഘങ്ങളാണ് ദൌത്യത്തിനായുള്ളത്. കുവൈറ്റ് പുതിയ മയക്കുമരുന്ന് വിരുദ്ധ നിയമത്തിന്റെ ഭാഗമായി വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളുടെ പട്ടിക പ്രഖ്യാപിച്ചു. ഡിസംബർ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്തവർക്കും മയക്കുമരുന്ന് നൽകുന്നതും സംഘങ്ങൾ രൂപീകരിച്ച് ലഹരി കുറ്റങ്ങൾ നടത്തുന്നതും വധശിക്ഷയ്ക്ക് അർഹമായിരിക്കും. മറ്റൊരാളെ കുടുക്കാൻ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്താൽ വധശിക്ഷ വരെ ലഭിക്കാനിടയുണ്ട്. പ്രായപൂർത്തിയാകാത്തവരെയോ മാനസികാരോഗ്യ പ്രശ്നമുള്ളവരെയോ കുറ്റത്തിൽ ഉപയോഗിക്കുന്നതും ഗുരുതര ലംഘനമായി കണക്കാക്കപ്പെടുന്നുവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തർ ഇന്ത്യൻ ഓതേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന ദ്വിദിന സാഹിത്യോത്സവത്തിന് നാളെ തുടക്കമാകും. ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ അൽഖമർ ഹാളിലാണ് പരിപാടി. പ്രമുഖ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. വ്യാഴം വൈകിട്ട് 6:30 മുതൽ വെള്ളി രാത്രി 10 വരെയാണ് മേള അരങ്ങേറുക. എഴുത്തുകാരൻ KEN കുഞ്ഞഹമ്മദ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഭാഷാ വിദഗ്ധൻ ഡോക്ടർ അശോക് ഡിക്രൂസ്, കവി KT സൂപ്പി, എഴുത്തുകാരി ഷീല ടോമി എന്നിവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്യും. സമാപന പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് സമീർ ബിൻസി, ഇമാം മജ്ബൂർ സംഘത്തിന്റെ സംഗീത സായാഹ്നവും അരങ്ങേറും. ഈ സാഹിത്യപ്രേമികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ സാഹിത്യരചനയുടെ വഴിയിലേക്ക് അവർക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ശില്പശാലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അവർ ഈ 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും. അവരുടെ സാഹിത്യ ചിന്തകളും അവരുടെ വാക്കുകളും എഴുത്തുകളും എല്ലാം തന്നെ കൂടുതൽ മൂർച്ചയുള്ളതായിരിക്കും. ഫെസ്റ്റിൽ 7 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഫെസ്റ്റ് ഭാരവാഹികളായ ഡോക്ടർ സാബു KC, അഷ്റഫ് മടിയാരി, അൻസാർ അരിമ്പ്ര, ഹുസൈൻ കടന്നമണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1, ദോഹ. മീഡിയ 1 മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാരത്തിനുള്ള ഖത്തറിലെ രജിസ്ട്രേഷൻ സമയം അവസാനിച്ചു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 400 പേർക്കാണ് പുരസ്കാരം. മബ്രൂക്കിന്റെ 3ാം എഡിഷനാണ് ഇത്തവണത്തേത്. കേരള സിലബസ്, CBSE, ICSE എന്നിവയിൽ ഇക്കഴിഞ്ഞ 10ാം ക്ലാസ് +2 ഫൈനൽ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ കരസ്ഥമാക്കിയവരെയും 90% അതിനു മുകളിലോ മാർക്ക് നേടിയവരെയുമാണ് മീഡിയ 1 ആദരിക്കുന്നത്. വെള്ളിയാഴ്ച അൽവക്ര മെഷാഫിലെ പൊതാർ പേൾ സ്കൂളിൽ വൈകിട്ട് 4 മുതലാണ് പുരസ്കാര ചടങ്ങ്. ഖത്തറിലെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് പുരസ്കാര വിതരണം. സൗദി, UAE, ഒമാൻ രാഷ്ട്രങ്ങളിലെ പുരസ്കാര ദാന ചടങ്ങുകൾക്ക് ശേഷമാണ് ദോഹയിൽ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സ് എത്തുന്നത്. മീഡിയ 1, ദോഹ. ഒമാനിലെ മസ്കറ്റിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി അധ്യാപിക മരിച്ചു. കൊല്ലം കടമ്പനാട് സ്വദേശി ഷീബ തോംസൺ ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് റൂവിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഒമാനിലെ സ്വകാര്യ സ്കൂളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അധ്യാപികയായി ജോലി ചെയ്തു വരികയായിരുന്നു. മസ്കറ്റ് ഗൗല ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി
ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. യുഎയിലെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചും US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബ് ടോപ്പറും കൈകോർത്തു. ഇനി ലുലു എക്സ്ചേഞ്ച് ഉപഭോക്താക്കൾക്ക് 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 4000-ഓളം ബ്രാൻഡുകളുടെ ഡിജിറ്റൽ ഗിഫ്റ്റ് കാർഡുകൾ എളുപ്പത്തിൽ സ്വന്തമാക്കാം. വിസ, മാസ്റ്റർ കാർഡ്, ഡിജിറ്റൽ ഗിഫ്റ്റ് കാർഡുകൾ ഉൾപ്പെടെയാണിത്. കൂടാതെ 120-ലധികം രാജ്യങ്ങളിൽ ലഭ്യമാകുന്ന ഗ്ലോബ് ടോപ്പറിന്റെ സിം മൊബൈൽ ഡാറ്റ ടോപ്പ് സേവനങ്ങളും ഇനി ലുലു എക്സ്ചേഞ്ച് വഴി ലഭിക്കും. മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഗ്ലോബ് ടോപ്പറിന്റെ ഔദ്യോഗിക പ്രവേശനം കൂടിയാണ് ഈ പങ്കാളിത്തം. ജി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒമാനിലെ 5ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം നാളെ സലാലയിൽ നടക്കും. അൽസലാം സ്ട്രീറ്റിൽ സെന്റർ സിഗ്നലിന് സമീപത്താണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിക്കുക. വൈകിട്ട് 4:30 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കൊമേഴ്സ്യൽ രജിസ്ട്രി ഡയറക്ടർ മുഖ്യാതിഥിയാകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ഭാഗ്യശാലിക്ക് നെക്ലേസ് സമ്മാനമായി നൽകും. കൂടാതെ വിവിധ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. സൗദിയിലെ ബിസിനസ് മാറ്റങ്ങളും നിക്ഷേപ അവസരങ്ങളെയും കുറിച്ച് ചർച്ചയ്ക്കും സംവാദത്തിനും വേദിയായ ജിദ്ദയിലെ ബിഗ് കോൺക്ലേവ്. AI ഉൾപ്പെടെ മേഖലകളിൽ സൗദി അറേബ്യ നടത്തുന്ന നീക്കങ്ങളും അതിൽ പ്രവാസികൾ ഒരുങ്ങേണ്ട രീതിയും പ്രമുഖർ വിശദീകരിച്ചു. സിജി ജിദ്ദ ചാപ്റ്ററിന് കീഴിലെ ബിസിനസ് ഇനിഷ്യേറ്റീവ് ഗ്രൂപ്പാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. സൗദിയിലെ ബിസിനസ് മാറ്റങ്ങൾക്കൊപ്പം ചുവടുവെക്കാൻ മലയാളി ബിസിനസ്സുകാരെ തയ്യാറെടുപ്പിക്കുന്നതായിരുന്നു ഇജാബ ബിസിനസ് ഗ്രൂപ്പുമായി ചേർന്ന് സിജി ജിദ്ദയുടെ ബിഗ് ഒരുക്കിയ കോൺക്ലേവ്. ജിദ്ദയിലെ വാണിജ്യ വ്യവസായ നിക്ഷേപ രംഗങ്ങളിലുള്ളവർ നിറഞ്ഞ വേദി. ബിഗിന് കീഴിലെ 2ാമത്തെ കോൺക്ലേവാണ് ഇത്. AI അനന്ത സാധ്യതകളെ ബിസിനസ് വളർച്ചയ്ക്ക് എങ്ങനെ അനുകൂലമാക്കാമെന്ന് AI വിദഗ്ധൻ ഉമർ അബ്ദുസലാം വിശദീകരിച്ചു. ചോദിച്ചും പറഞ്ഞും സംരംഭകർ പുതിയ സാധ്യതകൾ ഇവിടെ തേടി. ബിസിനസിന് ആവശ്യമായ ഫണ്ടുകൾ ബാങ്കുകൾ മുഖേന എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താമെന്ന് വിശദീകരിച്ചതായിരുന്നു സാമ്പത്തിക വിദഗ്ധൻ സാജിദ് പാറക്കലിന്റെ സെഷൻ. ഈ സ്റ്റോർ സംവിധാനത്തെ പരിചയപ്പെടുത്തി ഇസാം സിദ്ദീഖിന്റെ സെഷനും ശ്രദ്ധേയമായി. ഇജാബ ബിസിനസ് ഗ്രൂപ്പ് ചീഫ് കൺസൾട്ടന്റ് മുഹമ്മദ് ഹാഷിറിന്റെ പ്രത്യേക സെഷനും കോൺക്ലേവിന്റെ ഭാഗമായിരുന്നു. സിജി ജിദ്ദ ചാപ്റ്റർ ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ബിഗ് ഗ്രൂപ്പ് ഹെഡ് KM റിയാസ്, KT അബൂബക്കർ, സൗദ കാന്തപുരം, ഷൈമിൻ നജീബ് എന്നിവർ സംസാരിച്ചു. അഷ്ഫാഖ് മേലേക്കണ്ടി, അഷ്റഫ് കുന്നത്ത്, മുഹമ്മദ് ബൈജു തുടങ്ങി സിജി ഭാരവാഹികൾ നേതൃത്വം നൽകി. മീഡിയ 1 ജിദ്ദ.